ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. തിരുവഴുത്തിൽ കടലുകൾ പലതുണ്ടെങ്കിലും രണ്ട് കടലുകളെ താരതമ്യം ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. ഒന്ന് ഗലീലക്കടൽ, രണ്ട് ഉപ്പുകടൽ. യോഹന്നാന്റെ സുവിശേഷം 6:1 യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി എന്ന് വായിക്കുന്നു. ഗലീലക്കടലിൻ്റെ മറ്റൊരു പേരാണ് തിബരിയാസ് കടൽ എന്നുള്ളത്. യേശു കർത്താവ് ഒടുവിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതും തിബരിയാസ് കടൽക്കരയിൽ വെച്ചായിരുന്നു. ഈ കടൽ മറ്റു പല പേരിലും അറിയപ്പെട്ടിരുന്നു. സംഖ്യാപുസ്തകം 34:11 കിന്നേരത്ത് കടൽ എന്ന് പേര് കാണുന്നു. യോശുവയുടെ പുസ്തകം 12:3 കിന്നേരോത്ത് കടൽ എന്നും കാണുന്നു. മത്തായി സുവിശേഷം 14:34 ഗന്നേസരത്ത് കടലിൻ്റെ അക്കരെ എന്നും മനസ്സിലാക്കാം. ഈ കടലിന് ഏതാണ്ട് 13 മൈൽ നീളവും 8 മൈൽ വീതിയും ഉണ്ടായിരുന്നതായി വായിച്ചിട്ടുണ്ട്. ഈ കടലിനെ തടാകമെന്ന് പറഞ്ഞിട്ടുള്ളതായി വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:1 യേശു ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. ശീമോൻ ഉള്ളതായ ഒന്നിൽ അവിടുന്ന് കയറിയിരുന്നു ജനത്തെ ഉപദേശിച്ചു. തുടർന്ന് കർത്താവായ യേശുവിൻ്റെ വാക്കിനെ മാനിച്ച് വലയിറക്കിയ ശിഷ്യൻ ഗണത്തിന് വലിയ മീൻകൂട്ടം ലഭിച്ചു. അങ്ങനെ മീൻ പിടിക്കുന്നവരായ അവർ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് യേശു പറഞ്ഞു. ഉടനെ അവർ വലയും പടകും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. ഈ സംഭവം മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗലീല കടലിൽ നടന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഗന്നേസരത്ത് തടാകവും തിബരിയാസ് കടലും ഗലീല കടലും ഒന്നു തന്നെയെന്നും ഓരോ സ്ഥലത്തോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നു എന്നുമാണ്. ഈ കടലിൽ മത്സ്യസമ്പത്ത് ധാരാളമുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 21:11 153 വലിയ മീൻ കയറ്റിയ വല വലിച്ചു കരയിൽ കയറ്റിയതായി വായിക്കുന്നു. യേശുവിൻ്റെ വാക്കിനെ മാനിച്ച് വല ഇറക്കിയപ്പോഴാണ് വലയിൽ മീൻ കൂട്ടം കയറരുത് എന്നത് മറക്കുന്നില്ല. മാത്രവുമല്ല, ഇത്ര വലിയ മീൻകൂട്ടം കയറിയിട്ടും വല കീറിപ്പോയില്ല എന്ന് 21:11 പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് ഒരു പ്രവൃത്തിയിലൂടെ ഒത്തിരി കാര്യങ്ങൾ ശിഷ്യഗണത്തെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിനു ശേഷം വന്ന വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുവാൻ പത്രോസിനും കൂട്ടർക്കും കഴിഞ്ഞില്ല. നേരത്തെ ഉണ്ടായിരുന്നതിലും വലിയ വ്യത്യാസമാണ് യേശുവിൽ അവർ കണ്ടത്. മുമ്പ് ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ഉണ്ടും ഉറങ്ങിയും ബുദ്ധി പറഞ്ഞു കൊടുത്തും സന്തത സഹചാരിയായിരുന്ന ആള് ഇപ്പോഴിതാ വല്ലപ്പോഴും വന്നെങ്കിലായി കൂടുതൽ സംസാരിക്കുന്നുമില്ല. ഇങ്ങനെ വന്നും പോയി നിന്ന് ഒടുവിൽ വന്നില്ലെങ്കിലോ? ഇങ്ങനെ ആയാൽ ബുദ്ധിമുട്ടാകും. പത്രോസിന് ബുദ്ധി ഉദിച്ചു. പഴയ പണിക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളും തയ്യാറെന്ന് മറ്റുള്ളവരും പറഞ്ഞു. അവർ ഒരുമിച്ച് പുലർച്ചെ വരെ അധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. ആ സമയം യേശു അടുത്തു ചെന്ന് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് ശിശുഗണത്തിൻ്റെ ദയനീയമായ മറുപടി. മാർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന കുട്ടിയുടെ ചെവിയിൽ പിടിച്ച് കിഴുക്കിക്കൊണ്ട് സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്, പഠിപ്പിച്ച പാഠങ്ങൾ ഒന്ന് ഇരുന്ന് പഠിക്ക് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 15:5 വാക്യത്തിൽ കർത്താവ് ശിശുഗണത്തെ പഠിപ്പിച്ച പാഠങ്ങളുണ്ട്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ സന്ദർഭത്തിൽ അവർ അനുഭവത്തിലൂടെ ആ സത്യം പഠിക്കുകയായിരുന്നു. യേശു ആ സത്യം അവരുടെ ഹൃദയാന്തര ഭാഗത്ത് പതിപ്പിച്ചു കൊടുത്തു. 15:7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ സംഭവിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 21:6 വ്യക്തമാകുന്നുമുണ്ട്. നിരാശരായ ശിഷ്യഗണത്തോടെ യേശു പറഞ്ഞു, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർ ആ വാക്ക് വിശ്വസിച്ച് വല വീശി. മീനിൻ്റെ പെരുപ്പ് ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല എന്ന് വായിക്കുന്നു. ഇത് രണ്ടാമതായി പഠിപ്പിച്ച പാഠം. മൂന്നാമതായി അവർ കരയ്ക്ക് കയറിയപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും കണ്ടു. അത് യോഹന്നാന്റെ സുവിശേഷം 21:9 വായിക്കുന്നുമുണ്ട്. അവിടെയും 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഈ തീയുടെ കാഴ്ച പത്രോസിൻ്റെ ഉള്ളിലൂടെ ഒരു തീക്കൊള്ളി കടന്നുപോയ പ്രതീതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിക്കാം. രണ്ടാമതായി മത്തായി 6:33 പഠിപ്പിച്ച പാഠം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്.
മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ അനുദിന കാര്യങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു പറഞ്ഞു. മൂന്നാമതായി യേശു അവരോട് ഇപ്പോൾ പിടിച്ചത് ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവരുടെ അധ്വാനത്തെയും മാനിക്കുന്ന യേശുവിനെ ആ ഭാഗത്ത് നമുക്ക് ദർശിക്കാം. നിന്റെ നെറ്റിയിലെ വീർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കണം എന്നുള്ള ദൈവകൽപ്പന ഇവിടെ കർത്താവ് ഓർപ്പിച്ചു ഉണർത്തുകയാണ്. ശിഷ്യന്മാർ മടിയന്മാരായി കൂടാ, ഉത്സാഹികളായിരുന്നേ പറ്റും. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. 15-ാം വാക്യം മുതൽ പിന്മാറ്റത്തിനുള്ള ആലോചന പറഞ്ഞ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിനെയാണ് കാണുന്നത്. യേശു ശീമോനോട്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. മീൻ പിടിക്കാൻ പോയ സന്ദർഭത്തോട് ചേർത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മീൻകൂട്ടത്തെ ചൂണ്ടി, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതായി തോന്നുന്നു. എന്തായാലും പത്രോസിൻ്റെ മറുപടി ഉവ്വ് എന്നായിരുന്നു. 3 പ്രാവശ്യം യേശു ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. 3-ാം പ്രാവശ്യം പത്രോസ് യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലായി. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് പറഞ്ഞു. കർത്തൃത്വത്തിന് കീഴടങ്ങിയ പത്രോസിനെ കർത്താവ് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. പിൽക്കാലത്ത് പത്രോസ് ആ ദൗത്യം നിർവഹണത്തിൽ തെളിഞ്ഞു വന്നു. നമുക്കിനി ഉപ്പുകടലിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 14:3 ഉപ്പുകടലിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ കടലിൽ മറ്റു കടലിൽ ഉള്ളതിനേക്കാൾ അധികം ഉപ്പുള്ളതുകൊണ്ട് ആണ് ഉപ്പുകടൽ എന്ന് പേര് വന്നത്. അതിൽ മീൻ മുതലായ ജീവികൾ ഇല്ലാത്തതിനാൽ ചാവുകടൽ എന്ന് പറയപ്പെടുന്നു. ചാവുകടൽ എന്ന പേര് വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഈ കടലിന് 47 മൈൽ നീളവും 2.25 മുതൽ 9 മൈൽ വരെ വീതിയുമുണ്ട്. മധ്യധരണാഴി കടലിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ചയിലാണ് ഈ കടലിൻ്റെ കിടപ്പ്. അതിനാൽ ഇതിലെ ജലം മറ്റെങ്ങും ഒഴുകാതെ സൂര്യരശ്മി കൊണ്ട് അവിടെ തന്നെ വറ്റിപ്പോകുന്നതുകൊണ്ട് ഇതിൽ ഉപ്പ് അധികമായിരിക്കുന്നു. ചുറ്റുപാടുകളിൽ നിന്ന് ധാതുലവണങ്ങൾ ഈ താഴ്ചയിലേക്ക് ഒഴുകിയെത്തി അവിടെ കിടന്ന് വറ്റി ജലത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നതിനാൽ ആ ജലത്തിൽ നീന്തി തുടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വായിച്ചിട്ടുമുണ്ട്. സോദോം മുതൽ ആയ സമഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അരാബയിലെ അഥവാ സമഭൂമിയിലെ കടൽ എന്ന് ആവർത്തന പുസ്തകം 4:49 വായിക്കുന്നു. ഈ കടലിൻ്റെ കിടപ്പ് യഹൂദിയ നാടിന് കിഴക്ക് ആയതിനാൽ കിഴക്കേ കടൽ എന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകം 47:18 രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ കടലിൽ ഉപ്പ് ധാരാളമായി അലിഞ്ഞു ചേർന്നിട്ടുള്ളതിനാൽ അതിന് സമീപത്ത് ഉപ്പളങ്ങൾ ഉണ്ടായിരുന്നതായി സഫന്യാവ് 2:9 നിന്ന് മനസ്സിലാക്കാം. എബ്രായർക്ക് കുഞ്ഞു ജനിച്ചാൽ ഉപ്പുകൊണ്ട് ശുദ്ധീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നുവെന്ന് യെഹെസ്കേൽ 16:4 പറയുന്നു. പല്ലുവേദനയ്ക്കുള്ള പഴയകാല ചികിത്സാ രീതിയിൽ ഉപ്പിന് പ്രാധാന്യമുണ്ടായിരുന്നു. മലക്കറികൾ സൂക്ഷിക്കുന്നതിനും മീൻ മുതലായവ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നതിനും ഐസും ഫ്രിഡ്ജും സുലഭമാകുന്നതിന് മുമ്പ് ഉപ്പ് ആണ് ഉപയോഗിച്ചിരുന്നത്. മീൻ ഉണക്കുമ്പോൾ ഉപ്പ് വിതറിയോ ഉപ്പ് ലായനിയിൽ മുക്കിയോ ആണ് ഇന്നും ഉണക്കിയെടുക്കുന്നത്. ലേവ്യപുസ്തകം 2:13 നിന്റെ ഭോജനയാഗത്തിന് ഒക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉപ്പ് ചീത്തയാകാതെ സൂക്ഷിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഈ അർത്ഥത്തിലാണ് യേശുക്രിസ്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് മത്തായി സുവിശേഷം 5:13 പറഞ്ഞത്. 2 നിലകളിലുള്ള കടലുകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. ഗലീലക്കടൽ, ഉപ്പുകടൽ. ഗലീലക്കടലിൽ ജീവജാലങ്ങളുണ്ട്, ഉപ്പുകടലിൽ ഇതൊന്നുമില്ല. എന്നാൽ ധാതു ലവണങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ജലാശയമാണ് ഇത്. ഭാവി കാലത്തേക്കുള്ള ഒരു നിക്ഷേപമായി ദൈവം കരുതി വച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായി. 2 കടലിനും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കീഴടക്കി ജയിച്ച കൂട്ടരെയും ക്ഷമിച്ച് സഹിച്ച് ജയിച്ച കൂട്ടരെയും കാണാം. ഓരോ വ്യക്തികളെക്കുറിച്ചും യജമാനൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് വിജയകരമായി ചെയ്താൽ ജയിച്ചവനാകാം. നമ്മെക്കുറിച്ച് യജമാനൻ ആഗ്രഹിക്കുന്നത് യോഗ്യമായി ചെയ്ത് വിജയികളുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ
ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.